ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമെ TV സീരീസിന്റെ സീസൺ 3 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കാട്ടിനകത്ത് പെട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രൈസിനെയും മാർലോനെയാണ്. നിനക്കിത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നില്ലേ? സ്വന്തം ജീവൻ പണയം വെച്ച് മനുഷ്യരെ രക്ഷിക്കുന്ന സർവേ കോപ്സ് എന്തിനൊരാളെ കൊല്ലണം? ഓ, അപ്പൊ നീ എല്ലാം മറന്നോ? അവരാ നഗരം നശിപ്പിച്ചതും അതൊരു യുദ്ധക്കളമാക്കി മാറ്റിയതും അവര് കാരണം മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം നമ്മൾ മാറ്റിയതെല്ലാം നീ മറന്നോ? ആ ആനിയെ കാണാതായിട്ട് ഇന്ന് വരെ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അവളുടെ സാധനങ്ങളെല്ലാം എന്റെ റൂമിൽ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഒഴിവാക്കണം. അത് ശരിയാ, നമ്മളുടെ കൂടെ ഒളിച്ചു താമസിച്ചിരുന്ന ഒരു ടൈറ്റനെ അവർ പിടികൂടിയില്ലേ? സർവേ കോപ്സിനല്ലാതെ വേറെ ആരെക്കൊണ്ടാ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുക? അവരെ പിരിച്ചുവിട്ട മനുഷ്യരാശി എന്ന് പറയുന്ന മാർലോ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. അതാരാടാ എന്നും പറഞ്ഞ് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ആർമിനായിരുന്നു. അവന് നേരെ തോക്ക് ചൂണ്ടാണ് ഇവർ. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്നും ചാടി വന്ന് മിക്കാസയും ലീവയും അവരെ പിടിക്കുന്നത്. ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ് അവരുടെ തോക്ക് മേടിച്ചു വെക്കുവാണ് ആർമിൻ. പിന്നീട് നമ്മൾ കാണുന്നത് ജയിലിനകത്ത് കിടക്കുന്ന എർവിന്റെ അടുത്തോട്ട് വരുന്ന ഒരു മിലിറ്ററി പോലീസ് ഓഫീസറിനെയാണ്. നിന്നെ ചോദ്യം ചെയ്യാനുള്ള സമയമായി എർവിൻ. സീൻ അവിടെ കട്ടിയതാൽ നമ്മൾ കാണുന്നത് മിലിറ്ററി പോലീസിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പത്രക്കാരെയാണ്. സർവേ കോപ്സ് ആണ് അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് പിന്നെ തെളിവുകളെല്ലാം അവർക്കെതിരാണ്. പക്ഷെ ഇപ്പോ ഒന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഓ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സ്ക്വാഡാണ് അതിന് കാരണം എന്നാണോ? ഹേയ്, നീ എന്തൊക്കെയാ ചോദിക്കുന്നേ? സോറി കമന്റ്, ഇവനിപ്പോ ജോലിയിൽ പുതിയതാ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇവൻ അറിയില്ല. ഇന്ത്യൻ സ്കോഡിനെ പറ്റിയും അവരുടെ പുതിയ 3D ഗിയറിനെ പറ്റിയും ഒന്നും ഞങ്ങൾ എഴുതില്ല എന്നൊരപ്പൂപ്പം പറയുന്നു. ഓ, നന്ദിയുണ്ട് എന്ന് പറഞ്ഞ ഓഫീസർ ഒരു കാര്യം ചിന്തിക്കുന്നു. പുതിയ 3D ഗിയർ ടൈറ്റനെ അത് വെച്ച് കൊല്ലാൻ സാധിക്കില്ല, എന്നാൽ മനുഷ്യനെ കൊല്ലാൻ സാധിക്കും. സത്യം പറഞ്ഞ സർവേ കോപ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാ അത് നിർമ്മിച്ചത് തന്നെ. ഇത്രയും കാലം അത് ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ആ ഗൺ ഞങ്ങൾക്ക് നേരെയും തിരിയും എന്ന് ചിന്തിക്കുകയാണ് ആ ഓഫീസർ. പിന്നീട് നമ്മൾ കാണുന്നത് മരിച്ചുപോയ ഡിമോന്റെ മകനെ പിടിക്കാൻ വേണ്ടി വരുന്ന മിലിറ്ററി പോലീസിനെയാണ്. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടിയവൻ ഒരു സ്ഥലത്ത് പെട്ടുപോകുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് വന്ന ഹാഞ്ചി അവനെ രക്ഷിക്കുന്നത്. നീ ആ റീവ്സ് ബോസിന്റെ മകനല്ലേ? നിന്റെ പേരെന്താ? എന്റെ പേര് ഫ്ലഗൽ. ഓ, പരിചയപ്പെട്ടതിൽ സന്തോഷം ഫ്ലഗർ. എന്റെ പേര് ഹാഞ്ചി സായോ. അതൊക്കെ പോട്ടെ, അവര് നിന്റെ പുറകെ വന്ന് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായവരാരാണെന്ന് നിനക്ക് അറിയാമായിരിക്കുമല്ലോ. അതെ, ഞാനൊന്ന് ഒഴിക്കാൻ പോയ സമയത്ത് ഇന്ത്യൻ പോലീസ് അങ്ങോട്ട് വന്നിരുന്നു. ഒരു കറുത്ത കോട്ടിയിട്ട് വളരെ നീളമുള്ള ഒരാളാ എന്റെ അച്ഛനെ കൊന്നേ. നീ വിഷമിക്കണ്ട, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഈ സത്യം നമുക്ക് എല്ലാവരോടും തുറന്നു പറയണം. എങ്ങനെ? നിങ്ങൾ പത്രമൊന്നും വായിച്ചില്ലേ? ഇത് സർവേ കോപ്സാ ചെയ്തതെന്ന് അവർ പറഞ്ഞെങ്കിൽ അതാണ് സത്യം. എന്റെ വാക്കിന് അവിടെ ഒരു വിലയും കാണില്ല. സത്യം എനിക്കറിയാമെന്ന് ഇന്ത്യൻ സ്ക്വാഡിന് അറിയാവുന്നതുകൊണ്ട് ഇനി എനിക്ക് രക്ഷയില്ല. ആകെ ചെയ്യാനാവുന്നത് ഈ മതിലുകൾക്കുള്ളിൽ ഓടി ഒളിക്കുക എന്ന് മാത്രം എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നീ എന്തിനെങ്ങനെ ഒളിച്ചും പാത്തും കഴിയുന്നേ? ഒരവസാന ശ്രമമെന്നോളം ശത്രുവിനെ നേരിടാൻ നിനക്കൊന്ന് ശ്രമിച്ചൂടെ? ഞാനെങ്ങനെ ശ്രമിക്കാനാ? നിങ്ങളെപ്പോലെ ജീവൻ കളഞ്ഞു പോരാടാൻ എല്ലാവർക്കും സാധിക്കില്ല. ഓ, അപ്പൊ നിന്റെ കുടുംബവും നിന്റെ കമ്പനിയെല്ലാം സത്യം അറിയണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? നിങ്ങളിത് എന്നോട് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കാനല്ലേ? അതേടാ, നീ എന്താ നിന്റെ കാര്യം എളുപ്പമാക്കാൻ നോക്കാത്ത എന്ന് പറഞ്ഞ് ഹാഞ്ചി അവന്റെ കോളറിൽ പിടിക്കുന്നു. ഇതേ സമയമാണ് ഇവർ സംസാരിക്കുന്ന ശബ്ദം താഴത്തെ ആരൊക്കെയോ കേൾക്കുന്നത്. ഹേയ്, നമുക്ക് പോവാം വാ എന്ന് പറഞ്ഞ് ഹാഞ്ചി അവനെ വിളിക്കുന്നു. ഇല്ല, നിങ്ങൾ എപ്പോഴേ തോറ്റു കഴിഞ്ഞു. സർവേ കോപ്സ് തോറ്റു. നീ എന്താ ഈ പറയുന്നേ? സർവേ കോപ്സ് എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹാഞ്ചി അവനെ വലിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പെട്രോളിങ്ങിന് വന്ന മിലിറ്ററി പോലീസിനെ കെട്ടിയിടുന്ന ആർമിനെയും മിക്കാസേനെയാണ്. ഇവരുടെ യൂണിഫോം ഉപയോഗിച്ച് നമുക്ക് അകത്ത് കയറാം. പിന്നീട് എറിനെ കൊണ്ടുപോയിരിക്കുന്ന സ്ഥലം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ഈ പ്ലാൻ മാത്രമേ കിട്ടുന്നുള്ളൂ. വേറെ പ്ലാനൊക്കെ ചിന്തിക്കാനുള്ള സമയവും നമുക്ക് വളരെയധികം കുറവാണ് എന്ന് പറയാണ് ആർമിൻ. ഇതേ സമയം ജോൺ അവരുടെ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് ക്യാപ്റ്റൻ ലീവൈക്ക് കൈമാറുന്നു. ഇത് ക്യാപ്റ്റൻ ലീവൈ തന്നെയാ എന്ന് ചിന്തിക്കുകയാണ് മാർലോ. ഇതേ സമയമാണ് ക്യാപ്റ്റൻ ലീവായി നിങ്ങളെ എന്ത് ചെയ്യണം എന്ന് അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ കാരണം സ്റ്റേസ് നഗരത്തിൽ 100-ലധികം ആളുകളാ മരിച്ചേ. നിങ്ങൾ മനുഷ്യരാശിയുടെ രക്ഷകരാണെന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടാവാം, പക്ഷെ അത്രയും പേരെയും അവരുടെ കുടുംബങ്ങളെയും നിങ്ങൾ ഇല്ലാതാക്കി എന്ന് പറയാണ് ഹിച്ച്. ശരിയാ എന്ന് ലീവയും പറയുന്നു. നിങ്ങൾ സൗത്ത് സൈഡ് ട്രെയിനിങ് കോപ്സിൽ ഉണ്ടായിരുന്നവരല്ലേ? അപ്പൊ നിങ്ങൾ ആനി ലിയോണോഡ്സിന്റെ കൂട്ടുകാരായിരുന്നോ? ഇല്ല, അവൾക്ക് കൂട്ടുകാരുണ്ടാവാൻ വഴിയില്ല. അവളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അവളെ ഒന്ന് നല്ലപോലെ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവളെ കാണാതായി. അതിന് കാരണം നിങ്ങളാ. എല്ലാവരെയും പോലെ ആ ടൈറ്റനുകൾ അവളെയും ചവിട്ടി ഇല്ലാതാക്കി എന്ന് ക്യാപ്റ്റൻ ലീവയെ നോക്കി പറയുവാണ് ഹിച്ച്. അല്ല, അവിടെ ഉണ്ടായിരുന്നതിൽ ഒരു ടൈറ്റൻ തന്നെ ആനി ലിയോണാർഡ് ആയിരുന്നു.
ഇത് കേട്ട് അവർ രണ്ടുപേരും ഞെട്ടുന്നു. സോ മനുഷ്യർക്ക് ടൈറ്റൻ ആവാനുള്ള ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയാം. എന്നാൽ അത് സർവേ കോപ്സിൽ ഒരാളാണെന്ന് ഇവർക്കറിയില്ലായിരുന്നു. ഈ ലോകത്തെ പറ്റി ആർക്കും ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് പോലും. എല്ലാം അറിയുന്നത് ആ നടുക്ക് നിന്ന് കളിക്കുന്ന ആ നാറികൾക്ക് മാത്രമാണ്. ഇത് കേട്ട് മാർലോ, ഹേ ക്യാപ്റ്റൻ ലീവായി, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് അനുവാദം തരണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീതി നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നവൻ വിളിച്ചു പറയുന്നു. നടക്കില്ല, ഗവൺമെന്റിനെ എതിർക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ലീവായി അവിടെ നിന്നും പോകുന്നു. ക്യാപ്റ്റൻ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജിൻ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കുറച്ചു ദൂരം എത്തിയതിനു ശേഷം ജിന്നിന്റെ സ്വഭാവം മാറുന്നു. അവിടെ നിൽക്കാൻ, ഇവിടെ നടന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, കാരണം മരിച്ചവർക്കൊന്നും കാണാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ അവന് നേരെ കത്തിച്ചു കൊണ്ടുന്നു. ഹേയ്, ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറഞ്ഞതല്ലേ? ഓ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങളെ വെറുതെ വിട്ടാ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാ. ഹേയ്, ഞങ്ങളെ വിശ്വസിക്ക്, മനുഷ്യരുടെ നല്ലതിന് വേണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം, ശരിയല്ലേ? നീ ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ ജിന്നിപ്പോ അവരെ കൊല്ലോടാന്നും പറഞ്ഞു പോവാണ്. പെട്ടെന്നാണ് അവൻ കാല് തന്നെ താഴെ വീഴുന്നത്. കയ്യിലുണ്ടായിരുന്ന കത്തി കയ്യിൽ നിന്നും തെറിച്ചു പോകുന്നു. പെട്ടെന്നാണ് മാർലോ കത്തി എടുക്കുന്നത്. ഹിച്ച്, ഓടിക്കോ. പെട്ടെന്ന് എഴുന്നേറ്റ് ജിൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പും കഷ്ണം എടുത്ത് അത് തോക്കാണെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നു. ഹേയ് നിൽക്ക്, ഞാൻ പറഞ്ഞത് ശരിയാ, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹം. മിലിറ്ററി പോലീസിൽ ചേർന്നത് എനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു. നിങ്ങളുടെ ജീവൻ കളഞ്ഞ് നിങ്ങൾ പോരാടുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ കയ്യിലെ കത്തി താഴെ ഇടുവാണ് മാർലോ. ഇത് കേട്ട് ജിൻ അവനെ വിശ്വാസമായെന്നുള്ള രീതിയിൽ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് താഴെ കിടക്കുന്ന ജിന്നെ വീണ്ടും അടിക്കാൻ വേണ്ടി പോവാണ് ഹിച്ച്. ഹേയ്, അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് മാർലോ അവളെ തടയുന്നു. നീ എന്ത് ധൈര്യത്തിലാ ആ വാള എനിക്ക് വേണ്ടി ഇട്ടു തന്നത്? നീ എന്തുകൊണ്ടാ എന്നെ വിശ്വസിച്ചത് എന്ന് മാർലോ അവനോട് ചോദിക്കുന്നു. നിന്നെ കണ്ടപ്പോ എനിക്ക് സഹായിക്കാൻ പറ്റാത്ത വേറൊരുത്തനെ എനിക്ക് ഓർമ്മ വന്നു, ഒരു വിഡ്ഢിയെ. അപ്പൊ ആ വിഡ്ഢീനെ പറ്റിയാണോ ആനി പറഞ്ഞത്? ഇത് കേട്ട് ജിൻ ഞെട്ടുന്നു. എനിക്ക് എങ്ങനെ അറിയാം, വിഡ്ഢികൾ എല്ലായിടത്തും ഉണ്ട്. നമ്മളും വിഡ്ഢികളായത് എന്തായാലും നന്നായി. മാർലോ, നിന്നെ വിശ്വസിക്കാമെന്ന് നീ തെളിയിച്ചു. ഇനി നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് ജിൻ അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിലിറ്ററി പോലീസിന്റെ വീക്കായിട്ടുള്ള ചെക്ക് പോസ്റ്റ് കാണിച്ചു കൊടുക്കുന്ന മാർലോനെയും ഹിച്ചിനെയും ആണ്. അവരെ സഹായിച്ചത് കൊണ്ട് ക്യാപ്റ്റൻ ലീവൈ അവരോട് നന്ദി പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ ചെക്ക് പോസ്റ്റ് ഇടിച്ചു പൊളിച്ചുകൊണ്ട് ജിന്നും കോണിയും ശശിയും അങ്ങോട്ട് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളാക്കി ഇടിച്ച് പപ്പടാക്കി കമാൻഡറിനെയും തോക്കെടുത്തോണ്ട് വരുവാണ് ക്യാപ്റ്റൻ ലീവായ്. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. നിലവിലെ ഗവൺമെന്റിന്റെ കീഴിലുള്ള സൈനിക വിഭാഗത്തിന്റെയും പലതരത്തിലുള്ള പൊതുസ്ഥാപനങ്ങളുടെയും നടത്തിപ്പ് ചുമതല ഇവർക്കാണ്. ഇവരുടെ സ്ഥാനം ഈ വിഭാഗങ്ങളെക്കാൾ മുകളിലാണെങ്കിലും അവരുടെ അധികാരത്തിന്റെ പരിധികൾ എപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മിലിറ്ററി പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആളൊഴിഞ്ഞൊരു കോട്ടയിലോട്ട് ഓടിക്കയറുന്ന ഫ്ലഗലിനെയാണ്. എനിക്കറിയാം എന്തിനാ എന്റെ അച്ഛനെ കൊന്നതെന്ന്. അത് ചെയ്തത് ഇന്ത്യൻ പോലീസാണോ? അത് നീ ഇനി അറിഞ്ഞിട്ട് എന്തിനാ? നീ ഇപ്പൊ ചാവാൻ പോവുകയല്ലേ എന്ന് പറഞ്ഞ അവന് നേരെ തോക്ക് ചൂണ്ടുവാണ് പോലീസ്. ചാവുന്നതിന് മുൻപ് എനിക്കറിയണം കൊല്ലാൻ വേണ്ടി മാത്രം എന്ത് തെറ്റാ എന്റെ അച്ഛൻ ചെയ്തതെന്ന്. ഓ, നിനക്കറിയില്ലേ, അങ്ങേര് ഞങ്ങളെ ചതിച്ചിട്ട് സർവേ കോപ്സിന്റെ കൂടെ ചേർന്നു. ചതിച്ചെന്നോ? അപ്പോ സർവേ കോപ്സിലെ ആളുകളെ തട്ടിക്കൊണ്ടുപോയത് ശരിക്കും ഇന്ത്യൻ സ്ക്വാഡ് ആയിരുന്നു? അതെ, പക്ഷെ അവർ വേറൊരു സ്ക്വാഡിലായിരുന്നു. അപ്പോ മണ്ടനായ മകനോട് അങ്ങേരൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ നിങ്ങളുമായിട്ട് സഹകരിച്ചില്ലായിരുന്നെങ്കിലോ? ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അയാൾ ജീവിച്ചിരിക്കുന്നത് റിസ്ക് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങേരെ കൊന്നു കളഞ്ഞേനെ. എന്ത് മണ്ടനാ നോക്കിയേ, ഈ നാടിനെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാൻ നോക്കിയിട്ട് എന്ത് നേടി നോക്കിയേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം അറിയുന്ന ആളുകളെ പോലെയാ നിങ്ങൾ സംസാരിക്കുന്നേ. എന്റെ അച്ഛൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ പഠിപ്പിച്ചു. നല്ല കച്ചവടക്കാർ എപ്പോഴും അവരുടെ മനസ്സ് പറയുന്നത് കേൾക്കണമെന്ന്. അത് ഞാൻ അനുസരിച്ചു. അച്ഛന് വേണ്ടി പ്രതികാരം ചെയ്യാൻ കഴിയുന്നവരിലോട്ട് ഞാനിത് എത്തിച്ചു. ഞാൻ അവരുടെ പക്ഷത്താ എന്ന് പറയാണ് ഫ്ലഗൽ. പെട്ടെന്നതാ മുകളിലൂടെ വന്ന് ഹാൻജിയും മൊബ്ലേറ്റും അവരുടെ മുകളിലോട്ട് ചാടുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും അടിച്ച് താഴെയിട്ട് കെട്ടിയിടുവാണ് അവർ രണ്ടുപേരും. എന്ത് സർവേ കോപ്സോ? എങ്ങനെ എന്ന് പറഞ്ഞ ഓഫീസർ മുകളിലോട്ട് നോക്കുന്ന സമയത്താണ് ഇവരാളില്ലെന്ന് വിശ്വസിച്ച ആ കെട്ടിടത്തിനകത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നു. ഞങ്ങളെല്ലാം കേട്ടു, ഇന്ത്യൻ സ്ക്വാഡാണ് അത് ചെയ്തതെന്നുള്ളതിന് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങളെല്ലാം സാക്ഷികളാണ് എന്ന് പറഞ്ഞ് കുറച്ചുപേര് അങ്ങോട്ട് വരുന്നു. ഓ, നിങ്ങളൊക്കെ സാക്ഷികളാണെന്ന് കരുതി എന്തിവിടെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് ഓഫീസർ പറയുന്ന സമയത്താണ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ നഗരം റീവ്സ് കമ്പനിയുടെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ അവന്റെ തലയിൽ കയറിയിരിക്കുകയാണ് ഫ്ലഗൽ. ഇന്നു മുതൽ ഫ്ലഗൽ റീവ്സ് എന്ന ഞാനായിരിക്കും നിങ്ങളുടെ ബോസ്. സോ പുതിയ ബോസിനെ അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഫ്ലഗൽ, ഈ ഇന്ത്യൻ പുഴുക്കളെ ഞാൻ ഇനി നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് പറയുവാണ് ഹാൻജി. അവിടെ കട്ടിയതാൽ പിന്നെ നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ ലീവൈനെയാണ്. ഹേയ്,
ഹെറിനും ക്രിസ്റ്റോറിയും എവിടെയാണ്? നീ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. കിട്ടിയ സമയം കൊണ്ട് മതിലുകൾക്കുള്ളിലെ വല്ല കുണ്ടിലോ കുഴിയിലോ പോയി ഒളിക്കാൻ നോക്ക്. നീയൊന്നും ഇപ്പോ കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച സർവേ കോപ്സിലെ എല്ലാവരെയും തൂക്കിക്കൊല്ലും. ആദ്യം കൊല്ലുന്നത് അവനെ ആയിരിക്കും, നിന്റെയൊക്കെ കമാൻഡർ എർവിൻ സ്മിത്ത്. ഇത് കേട്ട് ടെൻഷനായ ലീവായി അവന്റെ കൈ പിടിച്ചു തിരിക്കുന്നു. സർവേ കോപ്സിലെ ചിലരുടെ ജീവനേക്കാൾ മറ്റു ചിലരുടെ ജീവനാണ് പ്രധാനമെന്ന് അറിയാവുന്നവരാ ഈ ഫോഴ്സിൽ കൂടുതലും. അതുവിടെ എറിനും ഹിസ്റ്റോറിയും എവിടെയാണെന്ന് നീ പറ. എനിക്കറിയില്ല. ഇത്രയും കാര്യങ്ങളൊന്നും അവരെന്നോട് പറയില്ല. കെനി അക്കർമാൻ ഇത്രയും കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാ. എന്ത് അക്കർമാനോ? കെനിയെ എനിക്കറിയാം, അതാണ് അവന്റെ അവസാനത്തെ നെയിം എന്ന് ചോദിക്കാണ് ലീവായി. ഇത് കേട്ട് മിക്കാസയും ഞെട്ടുന്നു. ഓ ശരിയാണ്, കാര്യങ്ങൾ മറച്ചുവെക്കാൻ അവൻ മിടുക്കനാ, പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ പോട്ടെ, നിനക്ക് ചെറിയ കാര്യങ്ങളെങ്കിലും അറിയാതിരിക്കില്ല. ഓർമ്മിപ്പിക്കാൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു വീണ്ടും അവന്റെ കൈയും കാലും ഓടിക്കാൻ വേണ്ടി പോവാണ് ലീവായി. പെട്ടെന്നാണ് അവർക്ക് നേരെ ആരോ വരുന്നത് പോലൊരു ശബ്ദം ദശ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ക്യാപ്റ്റൻ, ഒരു പ്രയോജനവും ഇല്ലെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ സർവേ കോപ്സ് അവസാനിച്ചിരിക്കും എന്ന് ഓഫീസർ ലീവായോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കമാൻഡർ എർവിനെയാണ്. അടിച്ച് അവശനാക്കിയിട്ടിരിക്കുന്ന കമാൻഡറിന്റെ അടുത്തോട്ട് ഒരു ഓഫീസർ വരുന്നു. ഓ എന്ത് കഷ്ടമാ നിന്റെ ഈ അവസ്ഥ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നീ എന്നെ ഒരുപാട് ഉപദേശിച്ചതല്ലേ? ശരി, നിന്നെ രാജാവിന്റെ മുൻപിലോട്ട് കൊണ്ടുപോകണമെന്നാ ഉത്തരവ്. സർവേ കോപ്സിനെ എന്ത് ചെയ്യണമെന്നതിന്റെ കൂടെ നിന്റെ വിധിയും അവർ തീരുമാനിക്കും. നെയിൽ, നിന്റെ വീട് സ്റ്റേഴ്സ് നഗരത്തിലായിരുന്നില്ലേ? മാറിയും നിന്റെ കുടുംബവും സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുകയാണ് എർവിൻ. മാറിയും കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അവരെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. വാൾറോസിന്റെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് അവരിപ്പോ താമസിക്കുന്നത്. അല്ല, ഇതൊക്കെ നീ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നേ? ഏയ് ഒന്നുമില്ല. കമാൻഡർ പിക്സസിനെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയമാവുമ്പോ അത് നടക്കും. പക്ഷേ അപ്പോ ഞാൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കും. തീരുമാനം നിന്റേതും അവരുടേതുമായിരിക്കും. അവിടെ കട്ടിത. പിന്നെ നമ്മൾ കാണുന്നത് എർവിന്റെ കയ്യിൽ നിന്നും യാതൊരുവിധ വിവരങ്ങളും കിട്ടാതെ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന രാജപദവിയിലെ ആളുകളെയാണ്. പാസ്റ്റർനിക് അവരോടൊന്നും പറഞ്ഞു കാണില്ല, അതുകൊണ്ടാ അവർക്കൊന്നും അറിയാത്തെ. ഇതേ സമയമാണ് അങ്ങോട്ടൊരാൾ വരുന്നത്. എർവിൻ സ്മിത്തിനെ ഹാജരാക്കിയിട്ടുണ്ട്. ഓ ശരി, നല്ല കാര്യം, ഞങ്ങളിതാ വരുന്നു. അവനെ തൂക്കിലേറ്റി കഴിഞ്ഞാ എല്ലാ കാര്യങ്ങളും ശരിയാവും. മതിലിനുള്ളിലെ രഹസ്യങ്ങൾ ആരും പുറത്തറിയില്ല. എല്ലാ കാലത്തേക്കുമായി മതിലിനുള്ളിലെ സമാധാനം നമ്മൾ സംരക്ഷിക്കും. ഇതേ സമയം ഇപ്പോഴത്തെ രാജാവിന് മുൻപിൽ എർവിനെ ഹാജരാക്കുന്നു. എർവിൻ, അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് രാജാവ് അവനോട് ചോദിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ സ്റ്റോറി വൈസില് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് ഈ സീരീസ് മുഴുവനായി കാണുമ്പോൾ മാറിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.